വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു റോഡ് ട്രിപ്പ് പോവാണ്. വേറെ അങ്ങോട്ടല്ല, ഒരു പുതിയ സ്ഥലമാണ് നമ്മൾ ഇന്നേവരെ എക്സ്പ്ലോർ ചെയ്യാത്ത, ഒരുപാട് സോഷ്യൽ മീഡിയയിലൊന്നും വരാത്തൊരു സ്ഥലം, എന്നാൽ ഇപ്പോൾ പതുക്കെ കുഞ്ഞായിട്ട് വന്നു തുടങ്ങിയൊരു സ്ഥലമാണ് മേഘമലൈ, തമിഴ്നാട്ടിൽ. അത് ചെറിയൊരു ഗ്രാമം പോലെയാണ്. ഫുൾ നമ്മുടെ ഈ ടീ പ്ലാന്റേഷനും ഒക്കെ ആയിട്ട്. സോ ഇന്ന് നമ്മുടെ യാത്ര അങ്ങോട്ടാണ്. സോ നമുക്ക് പോയിട്ട് വരാം. യെസ്, അപ്പോൾ നമ്മൾ മേഘമലയുടെ എൻട്രി എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം ഇവിടെ, എന്നിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യുള്ളൂ. ഇവിടെ പോലീസുകാർ വന്നിട്ട് നമ്മുടെ വണ്ടി ഫുൾ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി കേട്ടോ. പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് നോക്കി, ഡ്രിങ്ക്സ് ഉണ്ടോ എന്ന് നോക്കി, നമ്മുടെ ബാഗൊക്കെ ഓപ്പൺ ചെയ്യിപ്പിച്ചു. നമ്മളൊരു ടിഷ്യൂ പേപ്പർ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. അതെടുത്തിട്ട് പിന്നെ അതവിടെ വെച്ചോളാൻ പറഞ്ഞു. പക്ഷെ ബാക്കി ഫുൾ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി. അതൊന്നും അകത്തേക്ക് എത്തില്ല. സോ നമ്മളിപ്പോൾ ഇവിടെ ചെക്ക് പോയിന്റിൽ നിൽക്കുക, നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ എഴുതി കൊടുക്കാനായിട്ട്. സോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുക. സോ ഞാൻ എൻട്രി ചെയ്തിട്ട് ബാക്കി കാണിച്ചു. കണ്ടില്ലേ, വണ്ടികളൊക്കെ പോകുന്നതും വരുന്നതും ഒരേ റൂട്ടാണ്. നമ്മൾ ഇതിൽ തന്നെയാണ് നമുക്ക് എൻട്രിയും, ഇതിൽ തന്നെയാണ് നമ്മൾ എക്സിറ്റും വരിക. വേറെ വഴിയില്ല മേഘമലയിൽ പോകാനായിട്ട്. ആക്ച്വലി ഭയങ്കര റഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ചെറിയ തോതിലേ ഉള്ളൂ റഷ്. കാരണം എനിക്ക് തോന്നുന്നു ആളുകൾ അറിഞ്ഞു വരുന്ന ഒരു സ്പോട്ടാണ് മേഘമലൈ. നമ്മളും ഈ അടുത്താണ് ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ കണ്ടത് ഈ സ്പേസ്. അപ്പം അങ്ങനെയാണ് നമ്മളും ഇന്ന് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വന്നത്. ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്നേ എന്താ, ചെക്ക് പോസ്റ്റിലെ പ്രൊസീജിയർ എന്തായിരുന്നു? ചെക്ക് പോസ്റ്റിലെ പ്രൊസീജിയർ എന്താ, നമ്മുടെ വെഹിക്കിൾ ഡീറ്റെയിൽസ്, പേര്, ലൊക്കേഷൻ, എത്ര പേരുണ്ട്, ഡ്രിങ്ക്സോ ബോട്ടിൽസോ പ്ലാസ്റ്റിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് 5 മണിക്ക് മുന്നേ നമ്മൾ തിരിച്ചിറങ്ങണം. 5:30 ഉള്ളിൽ നമുക്ക് തിരിച്ചിവിടെത്താം. ഇത് ഈ സെയിം റൂട്ട് തന്നെയാണ് എക്സിറ്റും. അതെ. സോ ഇതാണ് നമ്മൾ എൻട്രി ചെയ്യുന്ന വഴി. ഭയങ്കര കാം ആൻഡ് പീസ് ആയിട്ടുള്ളൊരു വഴിയാണ്. അധികം ട്രാഫിക് ഇല്ല, അധികം ആൾക്കാർ അറിയാത്തത് കൊണ്ട്. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് മേഘമല എന്ന് പറയുന്നത്. നമ്മുടെ അരിക്കൊമ്പനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടാണ് അവർ വിട്ടതെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അരിക്കൊമ്പനെ കാണും, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇല്ല. അരിക്കൊമ്പന് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ അരിക്കൊമ്പൻ കാണും. നമ്മൾ നോക്കാം, കുറേ സ്പോട്ട്സ് ഉണ്ടെന്നാണ് പറയണേ. 1-2 ബംഗ്ലാവുകളും പിന്നെന്താണ് ഫാമും പിന്നെ ഏതോ ലേക്ക് വ്യൂ പോയിന്റും ഒക്കെ. കുറേ പേര് ഡാമുണ്ട്. കുറേ പേര് തിരിച്ചിങ്ങോട്ട് പോരുന്നുണ്ട് രാവിലത്തെ മോർണിംഗ് വ്യൂ ഒക്കെ കഴിഞ്ഞിട്ട്. അവിടെ മോർണിംഗ് 6 AM to 6 PM ആണ്. അതായത് നമ്മുടെ ബോർഡർ ചെക്ക് പോസ്റ്റ് തുറക്കുള്ളൂ. ബോർഡറല്ല, ചെക്ക് പോസ്റ്റ് തുറക്കുന്നത് മോർണിംഗ് 6 AM to 6 PM. അതാണ് അവർ പറയുന്നത് ബിഫോർ 5:30 തിരിച്ച് വരണം എന്നുള്ളത്. ഫോറസ്റ്റ് ഏരിയ ആയതുകൂടി കൊണ്ട് റിസ്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ എടുത്ത് പറയുന്ന ആ ടൈം. പക്ഷെ കൊള്ളാം, നൈസ്. ഞാൻ കാണിച്ചു തരാം, സൈഡ് വ്യൂ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള വഴിയാണ്. കുറച്ച് എന്തൊക്കെയോ എയർ വരുന്ന, കാറ്റടിക്കുന്നതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടായിരിക്കും. പക്ഷെ സ്റ്റിൽ നല്ല വ്യൂ പോയിന്റ്സ്. നമ്മൾ എനിക്കൊന്നു ആ മേഘമല എന്നുള്ള പേര് ഭയങ്കര എന്താ പറയുക, എനിക്ക് തോന്നിയത് ഈ മേഘമല എന്ന് പറയുന്ന പേര് ഭയങ്കര ഭയങ്കര അടുത്ത് നിൽക്കുന്നു. അതായത് നമ്മൾ ഈ വീഡിയോസ് നോക്കി എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ
ത്രൂ ദി ഐസ് നമ്മൾ റിയലായിട്ട് കാണുമ്പോൾ നമ്മൾ ഈ മേഘങ്ങളുടെ അടുത്തെത്തിയൊരു ഫീലുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ അധികം അങ്ങനെ കാണാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി പോയി ഞാൻ ആ ഒരു വ്യൂ എത്തുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കാണിച്ചേക്കുന്ന വ്യൂവിലൊക്കെ അതുണ്ട്. പക്ഷെ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവും എന്നറിയില്ല വീഡിയോ കാണുമ്പോൾ. പക്ഷെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് മേഘങ്ങളുടെ അടുത്തെത്തിയ ഒരു ഫീലുണ്ട്. നമ്മൾ ഇത് ഇവിടെ റിയലായിട്ട് വന്ന് കാണുമ്പോൾ. ഇപ്പോൾ കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഫുള്ള് ചുറ്റും ഇപ്പോൾ നമ്മുടെ 2 സൈഡിലും ഏതാണ്ട് ഫുള്ള് കാടുകളാണ്. കണ്ടില്ല, 2 സൈഡും ഫുള്ള് കാടുകളാണ്. ഇപ്പം നമ്മുടെ സൈഡിൽ ഒരു കാടിൻ്റെ നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്. എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാൻ? സ്മൂത്ത് റോഡല്ലേ? നമ്മുടെ നാട്ടിലെ വഴി പോലൊന്നുമല്ല, ഇത് ഭയങ്കര അടിപൊളി വഴിയാ. ഒരു ഒട്ടും മോശമല്ല, ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വഴി. ഒട്ടും എന്താ പറയാ, ഒരു 0.0 പോലും മോശം നമുക്ക് പറയാനില്ല. ഈ ഒരു ഹെയർപിൻ വളവിൻ്റെ സൈഡിൽ വരുമ്പോൾ ഫുള്ള് മറ്റേ ബ്ലോക്ക് ടൈൽ ഇട്ടേക്കുക. അത് കഴിഞ്ഞ് ഫുൾ നോർമൽ ടാറും ചെയ്തേക്കുക. ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ വ്യൂ ഇതാണ് കേട്ടോ. നമ്മളെ മേഘങ്ങളുടെ അടുത്തെത്തിയൊരു ഫീലുണ്ട്. എനിക്കറിയില്ല വീഡിയോയിൽ ഇത് എന്തുമാത്രം കിട്ടുന്നുണ്ടെന്ന്. പക്ഷേ ഇത് കണ്ടോ, ഫുൾ കുരങ്ങന്മാരാണ്. ഇവന്മാര് വണ്ടിയുടെ ഇടയ്ക്ക് ഇവന്മാർ കയറി നമുക്കാകെപ്പാടെ ടെൻഷനാവും. നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതേ വരണോ ഒരുത്തൻ. ഇച്ചിരി റിസ്ക് ആണ് ഈ വഴി. ഇത് കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറിയപ്പോഴാട്ടോ അവന്മാര് നമ്മുടെ വണ്ടിയുടെ അടിയിലുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ബൈക്കിന് പോരുന്നവര് എന്ത് ചെയ്യൂലേ? അല്ല, എന്നാലും അവരുടെ അടുത്തേക്ക് ചാടി കയറുകയില്ലേ? കണ്ട, പക്ക ഫോറസ്റ്റാ. ഒരു തിരക്കും ഇല്ല, ഒരു സീനും ഇല്ല. സ്മൂത്ത് വഴി. മേളത്തെ വ്യൂ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ബൈക്ക് റൈഡേഴ്സ് ഒക്കെ ഉണ്ട്. ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഏതാണ്ട് എത്തിയെന്ന് തോന്നുന്നു. നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റാ. തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. തണുത്ത കാറ്റല്ലേ അല്ലേ? കണ്ട, യെസ്, നമ്മൾ ഏതാണ്ട് ആ ടോപ്പിലെത്തി. വാവ് വാവ്. ഇതൊക്കെ ഫാക്ടറീസാ. അതായത് ഓരോ ഫാക്ടറികളായിരിക്കില്ലേ?
ഇത് കണ്ടോ, ഒരു തടാകം പോലെ എന്തോ ആണ്, പക്ഷെ എൻ്റെ വ്യൂ ഒരു രക്ഷയില്ല. നമ്മൾ അങ്ങനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്നാലും നോക്കും. KSRTC ബസ്സിൻ്റെ ബഡ്ജറ്റ് ടൂൾസ് എന്ന് പറഞ്ഞ അല്ലേ, കുറേ ഫാമിലീസ് ഉണ്ട്. അവർ കണ്ടോ, അവർ കയറി ഇറങ്ങി ഓരോ സ്പോട്ട്സ് വന്ന്. നമ്മുടെ KSRTC വന്ന് തമിഴ്നാട് വന്ന് ബ്ലോക്ക് ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? ഓ, KSRTC കുറച്ച് കഷ്ടപ്പെട്ടത്. അവിടെ നിന്ന് ഇറങ്ങി വരുന്നതാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഡാമാണ്. പിന്നെ നമ്മളിങ്ങനെ കയറി 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 നമ്മളങ്ങനെ മേളിലെത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. സമയം 3:30 നമ്മൾ 5:30 മുന്നേ നമ്മളവിടെ എത്തണം എന്നാണ് നമ്മളോട് അവിടെ ബോർഡറിൽ നിന്നുള്ള ചെക്ക് പോസ്റ്റിൽ നിന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ 5:30 മുന്നേ എത്തേണ്ടതാണ് നമ്മൾ. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എത്തുമായിരിക്കും. അപ്പോൾ KSRTC നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ. അതിനകത്ത് അത്യാവശ്യം എനിക്കൊന്നും ഭയങ്കര ക്രൗഡഡ് ഒന്നും അല്ല, കുറേ സീറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ അത് നമ്മൾ പ്രോപ്പറായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ KSRTCയിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിരിക്കും. ഫുഡും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതൊരു നമ്മൾ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രൈവറ്റ് വണ്ടികളിൽ എടുക്കുന്നതിന് പകരമൊക്കെ ഇതും യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം അറിഞ്ഞത്, ഇവരെ കണ്ടത്. കണ്ടോ, ഉല്ലാസയാത്ര, BTC വെഞ്ഞാറമ്മൂട് ഉല്ലാസയാത്ര. കണ്ടോ, ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. ഓൺലൈൻ KSRTC.com എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ കയറാൻ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യായിരിക്കും. അതായിരിക്കും അതിൻ്റെ ഒരു പരിപാടി. വ്യൂ ആണ് കേട്ടോ ഇത്. ഫുൾ നമ്മുടെ സൈഡ് ഫുള്ള് ഡാമാണ്. ആ ഡാമാണ് നമ്മുടെ വ്യൂ. നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങുമ്പോൾ, താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളിതുവരെ നമ്മൾ മൂന്നാർ വാഗമണ്ണൊക്കെ ചെന്നാൽ നമുക്ക് ആ വ്യൂ, ഇങ്ങനെ ഒരു 2 സൈഡിലും ഇങ്ങനത്തെ വ്യൂ കിട്ടില്ല. നമുക്ക് മൂന്നാർ വാഗമണ്ണൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 സൈഡിലും തേയിലത്തോട്ടായിരിക്കും. ഫുൾ 2 സൈഡിലും പച്ചപ്പായിരിക്കും. ഇവിടെ ഉള്ള ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൈഡിൽ ഫുള്ള് ബ്ലൂവും ഒരു സൈഡിൽ ഫുള്ള് ഗ്രീനുമാണ്. അപ്പോൾ അതാണ് മേഘമല വന്നിട്ട് തോന്നിയൊരു പ്രത്യേകത. ഹോട്ടൽ നമ്മൾ കണ്ടു, പക്ഷെ അറിയില്ല ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നമുക്ക് അത്യാവശ്യം ഒന്ന് വാഷ്റൂം പോകണം. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് വാഷ്റൂം പോകണം ഫസ്റ്റ്. എൻ്റെ മുഖമൊക്കെ മാറി തുടങ്ങി. സെക്കൻഡ് തിങ്, നമുക്ക് ഫുഡ് കഴിക്കണം. നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഹോട്ടലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ടൗൺ ഹോട്ടലിലെ ഒന്നും ഇതൊന്നും ഉണ്ടാവില്ല. അതൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, എന്താ ഉള്ളതെന്ന് നോക്കാം. നമ്മൾ തിരിച്ചെത്തി. നമ്മൾ താഴത്ത് ഇതിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്തി. പക്ഷേ നല്ല ക്യൂ ആണ്. ഇവിടെ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഫുൾ വണ്ടികളാണ് തോന്നുന്നു. അവിടെ ചെന്ന് വീണ്ടും നമ്മുടെ വീട് നമ്പറും പേരും ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു എന്നുള്ളത് പറയണം എന്നായിരിക്കും തോന്നണേ. വിശക്കുന്നുണ്ട്, നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് സമയം 4:30. ഇവിടെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ് അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് 8:45, 9 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചു. ലഞ്ച് 4:30 സമയം. നമ്മളിവിടെ നിന്ന് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങി ആദ്യം കാണുന്നത് എവിടെയാണോ അവിടെ നമ്മൾ കയറുന്നതായിരിക്കും. എന്ത് ഫുഡ് എന്നൊന്നുമില്ല, എന്ത് കിട്ടി
നമ്മൾ കഴിക്കും. ആ പരുവത്തിലാണ് നമ്മളിരിക്കുന്നത്. സോ ആക്ച്വലി എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് ഒന്നും അല്ല ഈ സ്പേസ്. പക്ഷേ ഈ പോകുന്ന വഴിയുണ്ടല്ലോ, ആ പോകുന്ന വഴിയാണ് ഏറ്റവും മനോഹരം. നല്ല വ്യൂ ഉണ്ട്. അങ്ങനെ ഭയങ്കരമായ തിരക്കൊന്നുമില്ല. പക്ഷെ മേളിൽ ചെന്നാൽ കുറച്ച് തിരക്കുണ്ട്. എന്നാൽ തിരക്കെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആൾക്കാരുള്ളൂ, അവരും അവരുടെ ഫാമിലീസൊക്കെ. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ടുള്ള വ്യൂ, ആ ഒരു 30 റുപ്പീസ് ഞാൻ പറഞ്ഞില്ല, ആ 30 റുപ്പീസ് കൊടുത്ത് ആ വ്യൂ കാണുന്നത് അത്ര വേർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ബാക്കിയുള്ള നമ്മൾ പോണ വഴിയും അല്ലെങ്കിൽ തിരിച്ച് ആ സെയിം റൂട്ട് വരുമ്പോൾ ഒക്കെ ഉള്ള വ്യൂവും അല്ലെങ്കിൽ നമ്മളെ ഗ്ലാസ് തുറന്നിട്ട് കിട്ടുന്ന കാറ്റും ഒക്കെ ഇതൊക്കെ വർത്താണ്. അധികം ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പടേന്ന് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ പെട്ടെന്ന് ഇറങ്ങിയ പോലെ എനിക്ക് തോന്നി. അങ്ങോട്ടും ഇപ്പോൾ കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് പോലെ തോന്നി. അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ള 2 ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരെണ്ണം പ്രത്യേകിച്ച് ലേഡീസിന് വാഷ്റൂം ആക്സസ് ഇല്ല. അത് ഒരു ഹോട്ടൽസിലും ഹോട്ടൽസ് അവിടെ ഇല്ല. അതാണ് 2ാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഫുഡില്ല. ഒരു നമ്പർ തരും. ആ നമ്പർ നമ്മളിവിടെ എക്സിറ്റ് അടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ നേരെ തേനി, ഈ പരിസരത്തൊന്നും ഹോട്ടലൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. തേനി മെയിൻ ടൗൺ ചെല്ലണം. തേനി മെയിൻ ടൗണിലേക്ക് 30 കിലോമീറ്റേഴ്സ് അടുത്തുണ്ട്. അതായത് തേനി വരെ പോവാൻ വേണ്ട, തേനി പ്രോപ്പർ ടൗൺ വരെ പോവണ്ട. തേനി പ്രോപ്പർ ടൗണിന് മുന്നേ ആയിട്ടാണ് നമ്മളൊരു ഇടവഴിക്കാണ് ഈ മേഘമലൈ കയറുന്നത്. ഇത് ആക്ച്വലി ഗൂഗിൾ മാപ്പിലില്ല ഈ ലൊക്കേഷൻ. അപ്പോൾ നിങ്ങൾ വരുന്നവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ തേനി വരെ എത്തണ്ട. നമ്മൾ ഏത് സ്ഥലമാണ് നമ്മൾ മാപ്പിട്ടത്? അയ്യോ, ഞാൻ അത് നോക്കിയിട്ടൊന്ന് പറയാം. നമ്മൾ ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ നമുക്ക് കിട്ടില്ല. തമിഴ്നാട് പേരോട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷൻ എടുത്തിട്ട് നോക്കട്ടെ, നമ്മുടെ ഹിസ്റ്ററി നോക്കട്ടെ. ചിന്നമനൂർ എന്ന് പറയുന്ന ലൊക്കേഷൻ ഇടുക. എന്നിട്ട് ചിന്നമനൂർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ എത്തി ചിന്നമനൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുക ചെയ്യണ്ടേ. ആ ജംഗ്ഷനിൽ വന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം മേഘമലയുടെ അവരൊരു സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് ചിന്നമനൂർ എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് ഒരു 30 to 33 കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ മേഘമലൈ വരെ. അപ്പോൾ പ്രോപ്പർ തേനി വരെ പോകണ്ട, തേനി ഇത് കഴിഞ്ഞിട്ടും പോകണം. ചിന്നമനൂർ ജംഗ്ഷനിൽ നിന്ന് സ്ട്രെയിറ്റ് പോകണം തേനിക്ക്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ പോയ സ്പോട്ട്. അത്യാവശ്യം നല്ല സ്പോട്ടാണ്. ഒരു 1 ടൈം ട്രൈ ആണ്. പിന്നെ ഈ പറയുന്ന പോലെ വാഗമൺ, മൂന്നാറൊക്കെ പോയി മടുത്തല്ലെങ്കിൽ അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത ആൾക്കാർക്ക് ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മളിങ്ങനെ ഒന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മുടെ ഒരു സൈഡ് ഫുൾ ബ്ലൂ വെള്ളം, ഡാമിൻ്റെ വെള്ളവും, നല്ല ബ്ലൂ വെള്ളം, പ്രത്യേകിച്ച് ഈ സൺലൈറ്റ് കൂടി അടിക്കുമ്പോൾ നല്ല ബ്ലൂ കളറും. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് നമ്മുടെ ടീ പ്ലാന്റേഷനാണ്. അതുപോലെ തന്നെ മേളിൽ ഫുള്ള് നമ്മളാ സ്കൈ, നമ്മളാ മേഘങ്ങളുടെ അടുത്തെത്തിയ ഒരു ഫീൽ ഉണ്ട് നമുക്ക്. അതൊക്കെ ഞാൻ മാക്സിമം വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മേഘമലൈ വന്നതിൻ്റെ വിശേഷം. പിന്നെ നമ്മൾ നേരെ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ അടുത്തത് എന്താണെന്നറിയില്ല, നമുക്ക് കുറച്ച് മുന്തിരിയൊക്കെ മേടിക്കണം എന്നുണ്ട്. മുന്തിരിയും കുറച്ച് സ്ട്രോബെറി കിട്ടണമെങ്കിൽ സ്ട്രോബെറി മേടിക്കണം എന്നുണ്ട്. അത് നമ്മൾ കമ്പം പോകണം മുന്തിരിയൊക്കെ മേടിക്കണമെങ്കിൽ. ആക്ച്വലി ഇവിടെയൊക്കെ മുന്തിരിത്തോട്ടം ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളിനി നേരെ കമ്പം പോകണം മുന്തിരി മേടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്കിനി ഫുഡ് കഴിക്കാൻ ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടോയെന്ന് നമുക്കൊരു ഹോട്ടൽ കിട്ടി. ശ്രീ ആര്യാസ് എന്നൊക്കെ പറയുന്നൊരു ഹോട്ടലാണ്. എന്താ ഉള്ളതെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. Turn left onto Dindigul, Theni, Kotrikara Highway. ഫൈനലി നമുക്ക് പൊറോട്ടയും വെജ് കുറുമയും കിട്ടി.
തെറ്റൊന്നും പറയാനില്ല. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഒക്കില്ല. പക്ഷേ നമ്മുടെ പ്രസൻറ്റ് കണ്ടീഷനിൽ നമ്മൾ വിശന്നലഞ്ഞുകൊണ്ട് ഇതിന് കുഴപ്പമില്ലാത്ത രുചിയുണ്ട് എന്ന് വേണം പറയാൻ. പിന്നെ നമ്മൾ 2 ടീ കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരെന്തോ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കര ഒരു വട്ടത്തിലുള്ളൊരു സാധനം. അപ്പോൾ അതും കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കട്ടെ, അതെന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഇറങ്ങി നമ്മൾ നേരെ കുമിളിയാണ് നമ്മൾ ലൊക്കേഷൻ ഇട്ടേക്കുന്നത്. അപ്പോൾ കുമിളി ചെന്നിട്ട് ബാക്കി തീരുമാനിക്കാം. അപ്പോൾ കുമിളി ചെല്ലണവരെ ഞാൻ കിടന്നുറങ്ങാം. ഡിവൈൻ വണ്ടി ഓടിക്കും. ആക്ച്വലി ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല, പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നതാണ്. നല്ല വെയിലുണ്ട്. സമയം 5:30 ആയിട്ടുണ്ട്, 5:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് കിടന്നുറങ്ങാൻ ട്രൈ ചെയ്യട്ടെ. മുടിയൊക്കെ ചീഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങാൻ ട്രൈ ചെയ്യട്ടെ. ഡിവൈൻ എന്നെ സുരക്ഷിതമായി കുമിളി വരെ എത്തിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഉറങ്ങാൻ പോവാണ്. കുമിളിയിലെത്തിൻ്റെ ബാക്കി കാണും. വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നലത്തെ ലുക്കിൽ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോൾ ലേറ്റായി. നമ്മൾക്ക് എവിടെ സ്റ്റേ ചെയ്യാനൊന്നും പറ്റിയില്ല. നമ്മൾ നേരെ രാത്രി പാരാത്രി അപ്പോൾ വീട്ടിൽ വന്നു, കിടന്നുറങ്ങി. നമ്മൾ കുറച്ച് മുന്നെയാണ് എണീക്കുന്നത്. അപ്പോൾ എണീറ്റപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് വീഡിയോ ക്ലോസ് ചെയ്തില്ല, എൻഡ് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു ഉറങ്ങി എണീറ്റ വേഷത്തിൽ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു റോഡ് ട്രിപ്പായിരുന്നു. കുഞ്ഞിലൊരു വലിയ റോഡ് ട്രിപ്പായിരുന്നു. ടു മേഘമലൈ, തമിഴ്നാട്ടിലുള്ള ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്പോട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ബിക്കോസ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഒരു വ്ളോഗ് പോലെ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.